ഹായ് എവ്രി വൺ. അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി ബനാന പിൻവീൽസ് തയ്യാറാക്കി എടുത്താലോ. അപ്പം ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. 2 ഏത്തക്കയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പൊ നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണ് നമ്മുടെ ഏത്തപ്പഴം. ഇനി നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി കൈ കൊണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യാം. അതുപോലെ 1/2 കപ്പ് തേങ്ങ ചിരകിയതൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഡോ ഇനി സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് പരത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പൊ പരത്തി എടുക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കുകയാണെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്പം നമ്മുടെ മൈദമാവ് ഒന്ന് തൂവി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഒട്ടി പിടിക്കത്തില്ല. നമുക്ക് നന്നായിട്ട് നല്ല തിന്നായിട്ട് നമുക്ക് പരത്തി എടുക്കാനും പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഫില്ലിങ്, ഏത്തപ്പഴത്തിന്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് എത്തിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പൊ ഒരു സൈഡിൽ നിന്ന് ചുമ്മാ നമ്മൾ പായൊക്കെ തീർക്കുന്ന പോലെ അങ്ങ് റൗണ്ട് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ടത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോ പിൻവീൽസും ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാടൊന്നും അല്ല, നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം നമുക്കങ്ങനെ ഓരോന്നും എടുത്ത് നമുക്ക് ഓരോ പിൻവീൽസും എടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ പിൻവീൽസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കൊരു മൈദ പേസ്റ്റ് തയ്യാറാക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് പരുവോ അല്ല, കുറച്ച് വാട്ടറി ഫോമിലാക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ പിൻവീൽസ് ഈ ബാറ്ററിൽ നമ്മുടെ മൈദയുടെ പേസ്റ്റിൽ മുക്കിയിട്ട് നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ ഞാനിവിടെ ഉരുളിയിൽ എണ്ണയൊക്കെ ചൂടാക്കി ഇട്ടേക്കുമായിരുന്നു, റെഡിയാക്കി ഇട്ടേക്കുമായിരുന്നു. നമുക്ക് പിൻവീൽസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉരുളിയിലേക്ക്. അപ്പൊ ഒരുപാട് സമയമൊന്നും വേണ്ട, 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ പിൻവീൽസ് ഒക്കെ എണ്ണയിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് ഒന്ന് കുക്ക് ചെയ്യണം നമ്മുടെ പിൻവീൽസ്. അതിനുശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിൽ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നത്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ബനാന പിൻവീൽസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബനാന പിൻവീൽസ്? അടിപൊളിയല്ലേ? അപ്പൊ സൂപ്പർ ടേസ്റ്റി ആണ്. ചായക്ക് പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഒന്നും മിസ്സാവാതെ കാണാനും പറ്റുവേ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.